വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ബേബി സീസണിൻ്റെ നെക്സ്റ്റ് ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ജാസ്മിൻ ഡ്രാമ ഇതാണ് പറയാനുള്ളത് മെയിനായിട്ട്. വേറെ ഒന്നുമല്ല, ഫാൻ കറങ്ങിക്കൊണ്ട് ഞാനിപ്പോൾ ഓഫ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജാസ്മിൻ ഫസ്റ്റ് കരയുന്നത് നമ്മളെ കാണിച്ചു, ഫോട്ടോ പിടിച്ച് കരയുന്നു, ഗബ്ര ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നിയതേ സീസൺ 4 ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ റോബിൻ ഔട്ടായിപ്പോൾ ദിൽഷ ആളുടെ ഡ്രസ്സ് ഇടുക, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതിലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ അതന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കേ നമ്മളല്ലാണ്ട് കുറച്ച് സമയം നിൽക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ വന്നുകൊണ്ടിരിക്കും. ഏറ്റവും അടുത്ത സുഹൃത്തായ റസ്മിൻ വരെ ചോദിച്ചു, പ്രീ പ്ലാൻഡ് ആയിരുന്നു? ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ജാസ്മിൻ കൊണ്ടു നടന്ന ഒരാളാണ് ഗബ്രേൻ്റെ ഇടയിൽ വെച്ച് റസ്മിനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഇന്ന് കരച്ചിലൊക്കെ കഴിഞ്ഞ് ബാത്റൂം ഏരിയയിൽ പോയിരുന്ന് ജാസ്മിനോട് റസ്മിൻ ചോദിച്ചതാണ്, പ്രീ പ്ലാൻഡ് ആയിരുന്നു? ജാസ്മിൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്ത് പ്രീ പ്ലാൻഡ് ആയിരുന്നു? നീ പറ, നീ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഞാൻ പറയാം എന്തായിരുന്നു പ്രീ പ്ലാൻഡ് ആയിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒന്നും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. എന്നിട്ട് റസ്മിൻ ഒരു കെടുപ്പാണ് അവിടെ കിടന്നത്, എനിക്ക് ക്ഷമ തരണേ. ദാറ്റ് മീൻസ് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതിനുശേഷം അപ്സരയായിട്ട് റസ്മിൻ ഒരു ടോക്ക് ഉണ്ടാവുന്നുണ്ട്. അതിലും അവർക്ക് അറിയാടാ. ഇപ്പോൾ ഞാനായാലും ഇപ്പോൾ ആരായാലും നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ റിവീലാവും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ജാസ്മിനെ കാണുന്നത് ജിൻഡുമായിട്ടുള്ള കൂട്ടടിയിലാണ്. ഞാനൊരു പെൺകുട്ടിയാണ്, ഈവൻ പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെന്നും പ്രസക്തമല്ല. പക്ഷേ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ചെവി പൊത്തേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ജാസ്മിൻ നല്ലൊരു യൂട്യൂബറാണ്. ജാസ്മിൻ്റെ അടുത്ത് ഞാനൊന്നും ഒരു യൂട്യൂബറും അല്ല. ആൻഡ് പല കഴിവുകളും ഉണ്ട്, ഒറ്റയ്ക്ക് കളിച്ച് കയറാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. പക്ഷെ പറയുന്നത് പോയിൻ്റ് ആണെങ്കിൽ കൂടി പറയുന്ന രീതി, ഒരാളെ ചീത്ത പറയാണ് എങ്കിൽ കൂടി അതിനൊരു മര്യാദയുണ്ട്. നീ ഇത്ര നാൾ ജിൻഡോ കാക്ക വിളിച്ചിരുന്ന ആൾ നീ 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 ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. അത് എത്രയൊക്കെ നമ്മൾ പുരോഗമനവാദിയാണെന്ന് പറഞ്ഞാലും ഏജിനൊരു റെസ്പെക്റ്റ് ഉണ്ട്. കുറച്ചെങ്കിലും സംസ്കാരം കാണിക്കണം. കാരണം അതൊരു പ്ലാറ്റ്ഫോം അല്ലേ. എന്താണ് ആക്ച്വലി ജിൻഡോ എന്താണ് ജാസ്മിനെ പുറത്ത് കൊണ്ടുവരിക ചെയ്തത്? അവസാനം ജാസ്മിനെ കൊണ്ട് തന്നെ പഠിപ്പിച്ചു, ഗബ്ര ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിടുക്കെന്ന്. യെസ്, ഓഫ് കോഴ്സ് ജാസ്മിൻ്റെ മിടുക്കാണ് ഗബ്ര പോയത്. ചിലപ്പോൾ ചില ടൈമിൽ മേ ബി ഉണ്ടാവുമായിരിക്കാം ഒരു സങ്കടം. പക്ഷേ ഓവറാക്കി കോളാക്കി ചാളാക്കി തരിക എന്ന് പറയില്ലേ, അതാണ് ജാസ്മിൻ. ആ ജിൻഡോടുള്ള വഴക്ക് നേരെ ചൊവ്വേ പറയാം, ഇതെന്താണ് പറയുന്നത്? ജയിലിൽ വെച്ച് അടിച്ചത് പോലും ഓർമ്മയില്ലേ ജിൻഡോയ്ക്ക്? നന്ദന ആ സമയത്ത് എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചതാണല്ലോ. ഇപ്പം നന്ദന ചോദിക്കുക, അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ എന്തേ ജിൻഡോയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ ജിൻഡോ പറയാഞ്ഞെന്ന്. ജിൻഡോ പറഞ്ഞല്ലോ, ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ. അത് നന്ദന കേട്ടില്ലേ? ഇപ്പം നന്ദന ജാസ്മിൻ്റെ കൂട്ടായോ? അങ്ങനെയല്ലല്ലോ പോയിരുന്ന നന്ദന ഇവിടുന്ന്. എന്താണ് അൻസിബ റിയൽ മൈൻഡ് ഗെയിമറാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഋഷി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞു. ഋഷി ചെയ്യുന്ന പല കാര്യങ്ങളും അൻസിബയായിട്ട് ഡിസ്കസ് ചെയ്താൽ ചെയ്യുന്നത്. അപ്പോൾ അവർ ടീം എല്ലാ സംഭവങ്ങളും ടീമാക്കുന്നതൊക്കെ അൻസിബ നോറയൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ബട്ട് അൻസിബ പറയുന്ന ചില കാര്യങ്ങൾ പോയിൻ്റാണ്. ആ കുട്ടി പോയിൻ്റ് ബൈ പോയിൻ്റേ പറയാറുള്ളൂ, വേണ്ട സ്ഥലത്തേ സംസാരിക്കാറുള്ളൂ ഒക്കെയാണ്. ഇങ്ങനെ കലപ്പില ചിലക്കാറില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ആ കുട്ടി പറയുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടി പറയുന്ന പോയിൻ്റുകൾ എടുക്കുന്നുണ്ട്. ആവശ്യമില്ലാതിങ്ങനെ ജാസ്മിൻ്റെ ഒക്കെ ഇങ്ങനെ കിടന്നിങ്ങനെ ചിലക്കാന്ന് പറയില്ലേ നോറ ജാസ്മിൻ, ഇറിറ്റേഷൻ ആവുന്നുണ്ട് ഭയങ്കരമായിട്ട്. ആ പോയിൻ്റ് ആണെങ്കിൽ കൂടി എടുക്കാൻ തോന്നുന്നില്ല നമുക്ക്. ഗബ്ര ഇപ്പോഴും സീക്രട്ട് റൂമിലാണെന്നാണ് ജാസ്മിൻ വിചാരിക്കുന്നത്. ഓഫ് കോഴ്സ് വരുമെന്ന് വന്നോട്ടെ, മേ ബി റീ എൻട്രി ആയിരിക്കാം, വരാതിരിക്കാം, പല ചാൻസസ് ആണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് ചിലക്കണം. ബിബി പ്ലസിൻ്റെ കാര്യമല്ല, നമ്മുടെ ബിബി ശരിക്കുള്ള നമ്മുടെ 1 അവറിൻ്റെ ഷോയുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഋഷി
ടീം തിരിക്കുന്നേക്കാൾ മുമ്പ് തന്നെ നമ്മുടെ ജാസ്മിൻ പറഞ്ഞാൽ നെസ്റ്റിലിടാൻ ജാസ്മിന്. ബിക്കോസ് നമുക്കറിയാം ഗബ്രി അവസാനം ഔട്ടായത് നെസ്റ്റിൽ നിന്നാണ് ഗൈസ്. സോ അവിടെ പോയാൽ ഇമോഷൻസ് കുറച്ചും കൂടെ ഇങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കാം ജാസ്മിൻ അങ്ങനെ പറഞ്ഞത്. ഓഫ് കോഴ്സ് ഫസ്റ്റ് അത് ഋഷി ആൻസിബായിട്ട് ഡിസ്കസ് ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു, അവർക്ക് അപ്പോഴേ അറിയാം. അതിനുശേഷം ഫസ്റ്റ് ടീം തിരിച്ചപ്പോൾ ടണൽ എങ്ങാണ്ടാണ് ആക്കിയത് ജാസ്മിൻ്റെ ടീമിനെ, പിന്നെ നെക്സ്റ്റ് ആക്കി അത് മാറ്റി അങ്ങനെയൊക്കെ ചെയ്തു. ഓഫ് കോഴ്സ് ജാസ്മിൻ കളിക്കട്ടെ, കളിച്ചാൽ നന്നായിട്ട് കളിക്കാൻ പറ്റും. പക്ഷെ ഇമാതിരി കാട്ടായെങ്കിൽ കാണിച്ചാൽ വലിയ സുഖം ഉണ്ടായിരിക്കില്ല. എന്തായാലും ജാസ്മിൻ ടോപ്പ് 5 ഒക്കെ വരുന്നൊരു കോണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിച്ച് നോക്കുക. പിന്നെ നോമിനേഷൻസ് ഉണ്ടായി, 7 പേര് നോമിനേറ്റഡ് ആയി. പവർ ടീം നേരിട്ട് നോമിനേഷൻ ചെയ്ത് ശരണ്യനെയാണ്. പവർ ടീമിലേക്ക് വന്നിരിക്കുന്നത് ആദ്യം ഒരു 6 മെമ്പേഴ്സിന് എടുക്കണമെന്നായിരുന്നു ഋഷിയുടെ ആഗ്രഹം. പക്ഷേ ബിഗ് ബോസ് അതിനെ പൊളിച്ചടുക്കി. മെമ്പേഴ്സ് കുറവായതുകൊണ്ടാണ് 4 പേരെ എടുക്കാൻ പറ്റുള്ളൂന്നുണ്ട്. അതിൽ നമ്മുടെ റസ്മിൻ ഉണ്ട്, അൻസിബി ഉണ്ട്, ഐ തിങ്ക് അഭിഷേക് ഉണ്ട്, പിന്നെ നോറ. ഇത്ര പേരാണുള്ളത്. പിന്നെ നന്ദനേനെയും സൈൻ എടുത്തായിരുന്നു. പിന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വയം വേണ്ടാന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. പിന്നെ ടീംസ് തിരിച്ച് ഓരോ ടീമിനും ഓരോ ഡ്യൂട്ടീസ് കൊടുത്തു. പിന്നെ നോമിനേഷനാണ് 7 പേര് നോമിനേറ്റഡായി. പവർ ടീമിൻ്റെ നേരിട്ട് നോമിനേഷനിൽ ശരണ്യാണ് വന്നിരിക്കുന്നത്, വെരി ഗുഡ്. പിന്നെ ശ്രീരേഖ നോമിനേറ്റഡായി, നമ്മുടെ ജിൻഡോ ഓഫ് കോഴ്സ് നോമിനേറ്റഡായി, പിന്നെ ശ്രീതു നോമിനേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ആരാണ്, അങ്ങനെ 7 പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീരേഖ, ശരണ്യ ഒക്കെ ഡേഞ്ചർ സോൺ ആയിരിക്കും. നോമിനേഷൻസിൽ 7 പേരെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിജു, അതുപോലെ ജിൻഡു, നന്ദന, ശ്രീതുക്ക് സേഫ് ഗെയിമിൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്, ശ്രീരേഖ, പിന്നെ അപ്സര വന്നിട്ടുണ്ട്. പിന്നെ ആരെ പറഞ്ഞു, സിജോനെ പറഞ്ഞു, അപ്സര, പിന്നെ ശരണ്യ. ഇത്ര പേരാണ്, 7 പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അപ്സരയൊക്കെ താഴേക്ക് വന്നിരിക്കുകയാണ്, മുകളിലായിരുന്നു, ഇപ്പോൾ ഏറ്റവും താഴെയാണ്. അപ്പോൾ എനിക്ക് തോന്നണു അപ്സര, അതുപോലെ തന്നെ നമ്മുടെ ശരണ്യ, അതുപോലെ തന്നെ ശ്രീരേഖ, ഈ 3 പേരും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നവരാണ്. ജിൻഡോ ഒക്കെ ഫസ്റ്റ് തന്നെ നല്ലോണം വോട്ട് കിട്ടുന്ന ആളാണ്. ജിൻഡോയ്ക്ക് താഴെ മേ ബി സിജോ വരാം, അതുപോലെ ശ്രീതും സേഫ് ഗെയിമറാണ്. അപ്പോൾ ഈ 4 പേര് താഴെ വരാനാണ് സാധ്യത കൂടുതൽ. നന്ദനയൊക്കെ ശ്രീതുവിന് മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. ശ്രീതു, അപ്സര, ശരണ്യ, അതുപോലെ നമ്മുടെ മറ്റേ ചേച്ചി, ആ ചേച്ചിയുടെ പേരെന്തായിരുന്നു, നമ്മുടെ ശ്രീരേഖ ചേച്ചി. അപ്പോൾ ഇത്ര പേരാണ് 4 പേര്. ഇതിൽ ഈ 4 പേരും ഡേഞ്ചർ സോണിലാവാൻ ചാൻസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീരേഖ ചേച്ചി അല്ലെങ്കിൽ ശരണ്യ അവരൊക്കെ ആയിരിക്കും മേ ബി ചാൻസ് കൂടുതൽ പോവാൻ. അപ്സരയ്ക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. കാരണം അപ്സരയ്ക്ക് ഇപ്പോൾ താഴേക്ക് ഭയങ്കരമായിട്ട് പോന്നു കഴിഞ്ഞു. ഒരു എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അപ്സരയ്ക്ക് കാണുന്നത്. ബട്ട് ഒന്നും ഇപ്പോൾ ഗെയിമിൽ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ശ്രീരേഖ ചേച്ചി ആയിരിക്കാം, മേ ബി അപ്സര ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ശ്രീതു ഓർ ശരണ്യ. എനിക്ക് തോന്നുന്നു ഈ 4 പേരാണ് ഡേഞ്ചർ സോണിൽ വരാൻ കൂടുതൽ ചാൻസ് പോകാൻ ശ്രീരേഖ ചേച്ചിയാണെന്ന് തോന്നുന്നു. ഇനി പിന്നെ ബിബി ഹോട്ടലാണ്, നമുക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പോലെ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സാബു ചേട്ടനും അതുപോലെ ശ്വേത ചേച്ചിയും ഒക്കെ എൻട്രി ആയി എന്നാണ് കേട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ബിബി ഹോട്ടലിന് വേണ്ടി നമുക്കിനി വെയിറ്റ് ചെയ്യാം. ബിബി പ്ലസിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ.